ഏരൂർ മേഖലയിൽ മോഷണ സംഘങ്ങൾ വിലസുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 വീടുകളിൽ നിന്നും സ്കൂട്ടറും റബ്ബർ ഷീറ്റുകളുമടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു. ഏരൂർ പുഞ്ചിരിമുക്കിൽ ജയാഭവനത്തിൽ വിശ്വനാഥൻ പിള്ളയുടെ വീടിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറാണ് അപഹരിക്കപ്പെട്ടത്. ഇതിനോടൊപ്പം വിശ്വനാഥൻ പിള്ളയുടെ മകന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകളും മോഷണം പോയിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത ഏരൂർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. രാത്രി 11 മണിക്ക് ശേഷമാണ് കവർച്ച നടന്നത്. മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ഗേറ്റ് ഉണ്ടായിട്ട് പോലും സംഭവിച്ചു. കാര്യം താഴോട്ടൊക്കെ ഈ ഗേറ്റും അതിലൊന്നും ഇല്ലാത്ത ഒരുപാട് വണ്ടികളുടെ ഇരിപ്പുണ്ട് വഴിയേരില്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ നമ്മളാരെയും അറിയാതെ. വിശ്വനാഥൻ പിള്ള 11 മണിക്ക് പുറത്തിറങ്ങിയപ്പോൾ സ്കൂട്ടർ കാർ പോർച്ചിൽ ഉണ്ടായിരുന്നുവെന്നും രാവിലെ പാല് വാങ്ങാൻ സ്കൂട്ടർ എടുക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നതെന്നും ഉടമസ്ഥൻ പറയുന്നു. രാത്രി 11 കൂടി കഴിയെ എൻ്റെ വീട്ടുമുറ്റത്തിരുന്ന ഒരു ആക്റ്റീവ സ്കൂട്ടി മോഷണം പോയി. അത് അന്വേഷിക്കുകയും ഞാൻ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. അദ്ദേഹം വന്ന് എല്ലാം പരിശോധിച്ച് കണ്ടു. മകൻ്റെ വീട്ടിലെ ഒരു 7 ഷീറ്റും അതിനോടൊപ്പം പോയി. ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറ് വന്ന് എല്ലാം പരിശോധിച്ച് അന്വേഷണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടുമുറ്റത്തിരുന്ന ആക്റ്റീവ സ്കൂട്ടി രാത്രി 11 മണിയോടുകൂടി പോയി. മകൻ്റെ വീട്ടിലെ 7 സീറ്റും കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ നിന്ന് സാറ് വന്ന് എല്ലാ തെളിവ് പരിശോധിച്ചിട്ട് അത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഈ ഏരിയയിലെ നല്ലപ്പോഴത്തെ മോഷണമാണ്. എൻ്റെ ഓർമ്മയിൽ ഇത് നല്ലപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. സ്ഥലത്തെത്തിയ പോലീസ് വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സ്കൂട്ടി രാത്രി ഏതോ സാമൂഹികരായിരിക്കും. ഒരു 12 മണിക്ക് ശേഷമാണിത് കാണാതെ സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാമൂഹികരെ പിടിക്കുക എന്നുള്ള പോലീസ് വളരെ ജാഗ്രതയായിട്ട് ഇടപെടുന്നുണ്ട്. വീട്ടിലിരുന്ന സിറ്റൗട്ടിലിരുന്ന സ്കൂട്ടിയാണ് മോഷണം പോയി. അപ്പുറത്തെ ഷീറ്റ് പോയെന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ മകൻ്റെ ഷീറ്റ് 7 ഷീറ്റ് വെട്ടി എനിക്ക് വന്ന് ഓരോ ചെയ്ത് അടിച്ചുകൊണ്ടിട്ട ഷീറ്റാണ് മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ അത് പോലീസ് അന്വേഷണം ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇത് ബൈക്ക് മോഷണം പോയെന്ന് എപ്പോഴാണ് അറിയുന്നത്? ഇവർ രാവിലെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. അവർ 11 മണിക്ക് ശേഷം കിടന്നല്ലോ. രാവിലെ പാല് വാങ്ങുന്നതിന് വേണ്ടി ഈ വാഹനം ഉപയോഗിച്ച് പോകുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഏരൂർ മേഖല കേന്ദ്രീകരിച്ച മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിക്കുമ്പോഴും പോലീസ് കൃത്യമായ നടപടികൾ എടുക്കുന്നില്ലെന്നും ആരോപണം ശക്തമാണ്. നിരവധി മോഷണങ്ങൾ കഴിഞ്ഞ നിരവധി നാളുകളായി ഉണ്ടായിട്ടും മോഷ്ടാക്കളെ പിടികൂടുവാനോ തുടരന്വേഷണം നടത്തുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിൽ മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ഏരൂർ.